മത്തനോട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതാ മത്തന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നല്ല പഴുത്ത മത്തനാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ മത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്ത ശേഷം ഇത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വൻപയറാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള വൻപയറാണ്. അപ്പോൾ വൻപയർ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൻപയർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടലപ്പരിപ്പ് എടുക്കുക കേട്ടോ. കടലപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വൻപയർ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മത്തനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മത്തനും വൻപയറും കൂടെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ മത്തനും വൻപയറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല ഉടഞ്ഞ പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 പീസ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ മത്തനും വൻപയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മത്തന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കരപ്പാനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിക്കുക. ശർക്കര ഉരുക്കിയത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു അളവിലേക്ക് ഈ ഒരു മധുരം കറക്റ്റാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ശർക്കരമത്തൻ നാട്ടിൽ പറയാം, ചക്കരമത്തൻ എന്നാണ് നമ്മളവിടെ പറയുക. അപ്പോൾ ശർക്കരപ്പാനിക്ക് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിക്ക് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നതിന് പകരം ചില ആൾക്കാർക്ക് ഇതിലേക്ക് അരിപ്പൊടി കലക്കിയത് ഒഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിലേറെ ടേസ്റ്റ് നമ്മളിതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന ശർക്കര മത്തന് തന്നെയാണ്. അപ്പോൾ തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ശർക്കര മത്തൻ വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ഇതിൽ വൈറ്റമിൻസും ഫൈബറും അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്.